ആദ്യം പരിപ്പ് നന്നായി കഴുകി കുക്കറിൽ ഒരു 2 വിസിലടിച്ചിട്ട് വേവിച്ചു. അതിനുശേഷം കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു. ഒരു സവോളയും ഒരു തക്കാളിയും ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു പാൻ എടുത്തു. അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു. നന്നായി ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിച്ചു, വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചിയും സവോളയും ഒക്കെ കൂടിയിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഒന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് വേണം നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പോഴേക്കും അവിടെ പുളി ഇരുന്ന് കുതിർന്നോട്ടെ. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിള്ളേരുള്ളത് കാരണം കുറച്ച് മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊക്കെ നന്നായി വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്താണ് ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 വിസിലടിച്ചിട്ട് ആവിയൊന്നും കളയാണ്ട് വെച്ചപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരം വഴറ്റി കൊടുക്കാം. അത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എത്രത്തോളം വെള്ളമാണോ കറിയിൽ വേണ്ടത് അത്രത്തോളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചൂടാറിക്കഴിഞ്ഞാൽ ഇനിയും ഇത് കട്ടിയായിക്കോളും. വെള്ളം ചേർത്തിട്ട് കുറച്ച് നേരം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. വെള്ളം ചേർത്തതൊന്നും ഇപ്പോൾ ഇതിൽ കാണാനില്ല കേട്ടോ, അത്യാവശ്യം കട്ടിയായിട്ടുണ്ട്. വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്.